അർജുനിലേക്ക് എത്തുന്നതിൽ, അർജുനെ തിരികെ കയറ്റുന്നതിൽ, അർജുനെ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരുന്നതിൽ തിരിച്ചടിയാകരുതെന്ന് മാത്രം നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. എന്നാണെങ്കിലും നേവിയുടെ 18 അംഗ ഡൈവിംഗ് സംഘം, സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയാണ് അവിടെയുള്ളത്. അവരവിടെ എത്തിയിട്ടുണ്ട്. അവർ ആദ്യഘട്ട പരിശോധന നടത്തും. അതേ തുടർന്നായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിലവിടെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മഴ ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. എന്താണെങ്കിലും സ്കൂബ ടീം പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂബ ടീം പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഉടൻ തന്നെ അതിന്റെ ഒരു വിവരം എന്താണ്, ഈ ആദ്യഘട്ടത്തിൽ ഉള്ള നിഗമനം അല്ലെങ്കിൽ അടുത്ത നടപടി അടുത്തത് എന്ത് ചെയ്യണമെന്നുള്ളതിൽ ഒരു തീരുമാനത്തിലേക്ക് നാവികസേനയുടെ സംഘം എത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നുള്ള നാവികസേനയും സൈന്യവും ഉൾപ്പെടെയുള്ള തെരച്ചിൽ സംഘം നടത്തിയ വലിയ പ്രയത്നത്തിനൊടുവിലാണ് ഇപ്പോൾ ലോറിയിലേക്ക് എത്തിയത്. KV ബൈജു ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. ബൈജു, നമുക്ക് ആദ്യം വേണ്ടത് അർജുനെയാണ്. നമുക്ക് ആദ്യം വീണ്ടെടുക്കേണ്ടത് അർജുനെയാണ്. അതിനപ്പുറത്തേക്ക് പിന്നീട് നോക്കാം ലോറിയൊക്കെ. ഇപ്പോൾ തൊട്ട് മുമ്പ് TL ഉണ്ണി എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധൻ സൂചിപ്പിച്ചത് ഒരു സ്കൂബ ഡൈവർ ഉള്ളിലേക്ക് ചെന്ന് അവിടുത്തെ സാഹചര്യം വിലയിരുത്തി നമുക്ക് ഇപ്പോൾ തിരികെ കയറ്റാൻ കഴിയുമെങ്കിൽ അതിനുള്ള പ്ലാൻ ആയിരിക്കും ആദ്യം ചെയ്യുക എന്നാണ്. എന്താണ് അവിടെ സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ അവിടുത്തെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണോ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രധാനമായും ഈ ലോറിക്കകത്ത് അർജുൻ ഏത് അവസ്ഥയിലാണുള്ളത് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനൊപ്പം തന്നെ ലോറി കരയിലേക്ക് കൊണ്ടുവരണം. വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ്. വലിയ കാറ്റും ശക്തമായ മഴയുമുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എത്ര സമയമെടുക്കുമെന്നറിയില്ല. പക്ഷേ അപ്പോഴും രാത്രി ആയാലും ഈ തെരച്ചിൽ ഇത്തരത്തിൽ തന്നെ ഈ തെരച്ചിലല്ല, ഈ വാഹനം ഈ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം നമുക്ക് ഇവിടെ നിന്ന് നൽകാനുള്ള വിവരം. ഇനിയിപ്പോൾ നമുക്കൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണം ലഭിക്കാനുണ്ട്. അത് അർജുന് ഇതിനകത്ത് ഈ ലോറിക്കകത്ത് തന്നെയുണ്ടോ, അതല്ല അർജുൻ ഏതെങ്കിലും തരത്തിൽ പുറത്ത് പുഴയിലേക്കോ മറ്റോ തെറിച്ചു പോയിട്ടുണ്ടോ? എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാകുമോ? അത് വളരെ കുറവാണ്, വിരളമാണ് ആ കാര്യത്തിൽ. പക്ഷേ അത് നമുക്കിപ്പോഴും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താം. കാരണം അത്ര ദിവസമായി ഓരോ വീടുകളിലും അർജുനെ കുറിച്ച് ഓർത്ത് ഇത്തരത്തിൽ ദുഃഖിക്കുന്നതും ഓരോ കോണുകളിലും മലയാളി മാത്രമല്ല കന്നഡ, ഇവിടെ നമുക്കറിയാം ഈ കന്നഡ മേഖലകളിൽ പലരും ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ നിൽക്കുന്ന ആ പ്രദേശത്ത് നിരവധി ഈ നാട്ടുകാരാണ് ഇവിടെ എത്തുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അവസ്ഥ അവർ മനസ്സിലാക്കി ഭക്ഷണവും ഒപ്പം അതുപോലെ വെള്ളവും ഒക്കെ നമുക്ക് തരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മലയാളികളുടെ ഈ ഒരു ആവശ്യം അവർ വലിയ തോതിൽ അവരുടെയും കൂടെ ആവശ്യമായാണ് അവിടെ കരുതിയത്. അതുമാത്രമല്ല അവർ പ്രതിഷേധം പോലും അർജുൻ ബേക്കു എന്ന് പറഞ്ഞ് കന്നഡത്തിൽ പ്രതിഷേധം പോലും ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വളരെ സങ്കീർണമാണ്. ഇനി ഈ ലോറി ഈ കരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ അർജുനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമെല്ലാമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ 9ാം നാളെങ്കിലും നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഓരോ മിനിറ്റിലും ചോദിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. അതിലൊരു ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു ഇനി അർജുൻ എവിടെ എന്ന ഒരു ചോദ്യം ബാക്കി. അത് ഏതാനും മണിക്കൂറുകൾക്കകം നമുക്ക് അതിനും ഒരു സ്ഥിരീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കാണാം, ശക്തമായ മഴയാണ് ഇവിടെ, വലിയ തോതിലുള്ള കാറ്റുമുണ്ടാകുന്നു. നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അതേ രീതിയിൽ നേരത്തെ രാവിലെയൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ അതേ രീതിയിൽ തന്നെ തുടരുന്നു. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഇനി നിരാശപ്പെടുത്തുന്ന വാർത്ത നമുക്ക് ഇതിന് പിറകെ വരാനുണ്ടെന്നറിയാം. അത് അർജുനെ കുറിച്ചാണ്. ഏത് അവസ്ഥയിലാണ് അർജുൻ തിരിച്ചു വരിക എന്നറിയില്ല. എന്തായാലും മലയാളികൾ കഴിഞ്ഞ ദിവസമെല്ലാം പ്രാർത്ഥനയോടെ കണ്ണീരോടെ വേദനയോടെ നിൽക്കുന്ന ആ ഒരു സംഭവത്തിന് ഏതായാലും ഈ മണിക്കൂറുകൾക്കും പരിസമാപ്തിയാകും. അർജുന്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്ന വീട്ടുകാരുടെ ആശങ്കയ്ക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം ഇനി ബാക്കിയുണ്ട്. അത് ഉടനെ തന്നെ നൽകാൻ കഴിയും. നമുക്ക് തന്നെ അത് പ്രേക്ഷകർക്ക് പങ്കുവെക്കാൻ കഴിയും. ഉടൻ തന്നെ അത് വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. നമ്മൾ അവിടെ ദൌത്യ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ച് നിലവിൽ അർജുനെ കുറിച്ചുള്ള വിവരം ഇല്ല. അർജുനെ കുറിച്ചുള്ള ഈ തെരച്ചിൽ നടത്തിയ സംഘം കരയിലേക്ക് എത്തിയാൽ മാത്രമേ അതിനുള്ള സ്ഥിരീകരണം
വളരെ പെട്ടെന്ന് തന്നെ ആ സംഘം എത്തിയാൽ തന്നെ ആദ്യം തന്നെ ന്യൂസ് 18 ആ വിവരം പങ്കുവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അത്രത്തോളം മലയാളികൾ, കന്നഡക്കാർ എല്ലാവരും കാത്തിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോലും നേരത്തെ നമ്മൾ ശരവണന്റെ ഒക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പോലും പറയുന്നുണ്ടായിരുന്നു അർജുനു വേണ്ടിയുള്ള നമ്മുടെ ഈ മുറവിളിയാണ് ശരവണിന് പോലും അവർക്ക് വലിയ ആശ്വാസമായത്. ആ ശരവണനെ കണ്ടെത്തേണ്ടതുണ്ട്, അതിനും തെരച്ചിൽ തുടരണം. ഈ തെരച്ചിൽ ഇവിടെ അവസാനിപ്പിക്കരുത്. ഇനി അർജുനെ കണ്ടെത്തിയാലും അതുപോലെ തന്നെ ലോറി കണ്ടെത്തിയെന്ന വാർത്ത സ്ഥിരീകരിച്ചാലും ശരവണനും എല്ലാ മനുഷ്യരും അത്തരത്തിലുള്ള ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ശരവണിന് വേണ്ടിയുള്ള ഈ തെരച്ചിലും തുടരണം. അതിനും നമ്മളും ഉണ്ടാവും ഈ ശബ്ദിക്കാൻ. എന്തായാലും ജില്ലാ ഭരണകൂടം അവസാന നാളുകളിലാണ് അവരുടെ എല്ലാ സന്നാഹങ്ങളും പുറത്തെടുത്തത്. ഇത് നേരത്തെ ആകാമായിരുന്നില്ല എന്ന ചോദ്യമൊക്കെ വലിയ തോതിൽ ഉയരുന്നുണ്ട്. വളരെ വൈകിയാണ് ഏറ്റവും അവസാനം ഈ 9ാം നാളിൽ, അതായത് 8ാം നാളിലാണ് സൈന്യമെത്തി സൈന്യം കരയില്ല എന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നതും പിന്നീടത് പുഴയിലേക്ക് തെരച്ചിൽ മാറ്റുന്നതും. എന്തായാലും ഇനി അർജുൻ എവിടെയെന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നു. അതിനുത്തരം